പൈത്തൺ ട്യൂട്ടോറിയൽ സീരീസിന്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗും അതുമായി ബന്ധപ്പെട്ട ടെർമിനോളജികളുമാണ്. ആദ്യമായി നമുക്ക് എന്താണ് ഒബ്ജക്റ്റ് എന്ന് നോക്കാം. നമ്മൾ റിയൽ വേൾഡിൽ കാണുന്ന എന്തും ഒബ്ജക്റ്റായി കണക്കാക്കാം. നിങ്ങൾ സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്ന ടാസ്ക്, ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന സിസ്റ്റം, നിങ്ങൾ കാണുന്ന എൻറ്റിറ്റി എന്തും ഒരു ഒബ്ജക്റ്റായി കണക്കാക്കാം. ഇത്തരത്തിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട ടാസ്കുകൾ, സിസ്റ്റം തുടങ്ങിയവയിൽ നിന്നും ഒബ്ജക്റ്റുകളും അവ തമ്മിലുള്ള ബന്ധത്തെയും കണ്ടെത്തുന്നതാണ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് അനാലിസിസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്തതായി ഒരു ക്ലാസ് എന്താണെന്ന് നോക്കാം. ക്ലാസ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റിന്റെ ബ്ലൂ പ്രിന്റ് ആണെന്ന് പറയാം. ഉദാഹരണമായി നിങ്ങളൊരു മെഴുകുതിരി ഉണ്ടാക്കുകയാണെങ്കിൽ മെഴുക് ഉരുക്കി ഒഴിക്കുന്ന ഒരു മോൾഡ് ഉണ്ടാവും. ഇത്തരത്തിൽ ഈ മോൾഡ് ചെയ്യുന്ന അതേ പണി തന്നെയാണ് നമ്മുടെ ക്ലാസ് ചെയ്യുന്നതും. നമുക്കൊരു മോൾഡ് ഉപയോഗിച്ച് എത്ര വേണമെങ്കിലും മെഴുകുതിരികൾ നിർമ്മിക്കാം. അതുപോലെ തന്നെ നമുക്ക് എത്ര ഒബ്ജക്റ്റ് വേണമെങ്കിലും ഒരു ക്ലാസ് ഉപയോഗിച്ച് നിർമ്മിക്കാം. അതുകൊണ്ടാണ് ഒബ്ജക്റ്റിന്റെ ബ്ലൂ പ്രിന്റ് ആണ് ക്ലാസ് എന്നോ ക്ലാസിന്റെ ഇൻസ്റ്റൻസ് ആണ് ഒബ്ജക്റ്റ് എന്നോ പറയുന്നത്. ഒരു ക്ലാസ്സിന് പ്രധാനമായും രണ്ട് ഭാഗങ്ങളുണ്ട്: ആട്രിബ്യൂട്ട്സ് അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ്, രണ്ട് ബിഹേവിയർ. ഇത് രണ്ടും എന്താണെന്ന് നമുക്ക് വഴിയെ സംസാരിക്കാം. പൈത്തണിൽ ക്ലാസ് എന്ന് പറയുന്ന കീവേഡ് ഉപയോഗിച്ചാണ് ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ആദ്യമായിട്ട് നമുക്ക് എം ടി ആയിട്ടുള്ള ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ ക്ലാസ് എന്ന് പറയുന്ന കീവേഡ് നമ്മൾ ആദ്യം ടൈപ്പ് ചെയ്യുന്നു. അതിനുശേഷം സ്റ്റുഡൻറ്റ്, ഇവിടെ സ്റ്റുഡൻറ്റ് എന്ന് പറയുന്നതാണ് ക്ലാസിന്റെ പേര്. ഞാനിവിടെ പാസ് എന്ന് പറയുന്ന കീവേഡ് ഉപയോഗിക്കുന്നത് എം ടി ആയിട്ടുള്ള ക്ലാസ് എറർ ത്രോ ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ക്ലാസിന്റെ പേരിലെ ആദ്യത്തെ ലെറ്റർ ക്യാപിറ്റൽ ആയിരിക്കണം എന്നുള്ളത് ഒരു കൺവെൻഷനാണ്. ഇനി സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ഈ ഒരു ക്ലാസിന്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് S1 = സ്റ്റുഡൻറ്റ് എന്ന് നമുക്ക് എഴുതാം. ഇനി നമുക്ക് ഈ ഒരു പ്രോഗ്രാം ഇൻസ്പെക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് python-i oop_1.py എന്ന് പറയുന്ന കമാൻഡ് യൂസ് ചെയ്യാം. നമുക്ക് S1 എന്ന് പറയുന്ന ഈ ഒരു വേരിയബിളിൻ്റെ ടൈപ്പ് എന്താണെന്ന് ആദ്യമായി ചെക്ക് ചെയ്ത് നോക്കാം. ടൈപ്പ് ഓഫ് S1. ഇവിടെ നമുക്ക് കാണാം സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ക്ലാസിൻ്റെ ഒബ്ജക്റ്റ് ആണ് S1 എന്ന് പറയുന്നത്. അതായത് നമുക്ക് ക്ലാസ് എന്ന കീവേഡ് ഉപയോഗിച്ച് ഇൻറ്റ്, ലിസ്റ്റ്, ടപ്പിൾ ഒക്കെ പോലെ തന്നെ പുതിയൊരു ടൈപ്പ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തമാവാൻ വേണ്ടിയിട്ട് നമുക്ക് വേറൊരു ഉദാഹരണം നോക്കാം. ഞാനിവിടെ num1 = 1, num2 = 1.1, ഡാറ്റ ഡാറ്റ എന്ന് പറയുന്ന ഒരു സ്ട്രിങ് ആണ്, സം ഡാറ്റ എന്ന് കൊടുക്കുന്നു. നമുക്ക് ടൈപ്പ് ഓഫ് num1 ചെക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ num1 എന്ന് പറയുന്നത് ഇൻറ്റ് എന്ന് പറയുന്ന ക്ലാസിൻ്റെ ഒബ്ജക്റ്റ് ആണെന്ന് കാണാം. അതുപോലെ ടൈപ്പ് ഓഫ് num2 ചെക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ num2 എന്ന് പറയുന്നത് ഫ്ലോട്ട് എന്ന് പറയുന്ന ക്ലാസിൻ്റെ ഒബ്ജക്റ്റ് ആണെന്ന് കാണാം. ടൈപ്പ് ഓഫ് ഡാറ്റ ചെക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡാറ്റ str എന്ന് പറയുന്ന ക്ലാസിൻ്റെ ഒബ്ജക്റ്റ് ആണെന്ന് കാണാം. ഇതിൽ നിന്നും രണ്ട് കാര്യങ്ങൾ വ്യക്തമായി കാണുമെന്ന് വിശ്വസിക്കട്ടെ. ഒന്നാമത്തെ കാര്യം, എല്ലാ പൈത്തൺ ഡാറ്റ ഐറ്റവും ഒരു ക്ലാസിൻ്റെ ഒബ്ജക്റ്റ് ആണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പൈത്തണിൽ എല്ലാ ഡാറ്റ ഐറ്റവും ഒബ്ജക്റ്റ് ആണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒരു ക്ലാസ് ഉപയോഗിച്ച് നമുക്ക് പുതിയൊരു ടൈപ്പ് നിർമ്മിക്കാം. എന്നാൽ ഇതിലെ ഒരു വിരോധാഭാസം എന്ന് പറയുന്നത് പൈത്തണിലെ ക്ലാസ് എന്ന് പറയുന്നതേ ഒരു ടൈപ്പാണ്. ഉദാഹരണമായിട്ട് ടൈപ്പ് ഓഫ് സ്റ്റുഡൻറ്റ് എന്ന് പറയുന്നത് ടൈപ്പ് എന്ന് പറയുന്ന ക്ലാസിൻ്റെ ഒബ്ജക്റ്റ് ആണെന്ന് കാണാൻ കഴിയും. അതുപോലെ തന്നെ ടൈപ്പ് ഓഫ് ഇൻറ്റ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാലും ടൈപ്പ് എന്ന് പറയുന്ന ക്ലാസിൻ്റെ ഒബ്ജക്റ്റ് ആണ് ഇൻറ്റ് എന്ന് പറയുന്നത്. മെറ്റാ ക്ലാസ് എന്താണെന്ന് സംസാരിക്കുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് കൂടുതലായി ചർച്ച ചെയ്യാം. നമ്മൾ ആട്രിബ്യൂട്ട്സ് എന്താണെന്നും ബിഹേവിയർ എന്താണെന്നും ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. ആദ്യമായി നമുക്ക് ആട്രിബ്യൂട്ട് അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് എന്താണെന്ന് നോക്കാം. ക്ലാസിന്റെ സവിശേഷതകളാണ് ആട്രിബ്യൂട്ട്സ്. ക്ലാസിന്റെ സവിശേഷതകൾ മാറുന്നതിനനുസരിച്ച് ഒബ്ജക്റ്റും അതുമായി ബന്ധപ്പെട്ട മറ്റ് ക്ലാസുകളിലും അത് പ്രതിഫലിക്കും. നമുക്ക് നമ്മുടെ മെഴുകുതിരി എക്സാമ്പിളിലേക്ക് മടങ്ങാം. നമുക്ക് മെഴുകുതിരിയുടെ നിറം ഒരു ആട്രിബ്യൂട്ടായി കണക്കാക്കാം. മെഴുകിൽ ചേർത്ത നിറത്തിനനുസരിച്ച് ഓരോ മെഴുകുതിരിക്കും നിറം മാറിക്കൊണ്ടിരിക്കും. ആട്രിബ്യൂട്ടും പ്രോപ്പർട്ടിയും ഒന്നാണെന്ന് നമുക്ക് പറയാനാകില്ല, എങ്കിലും നമ്മൾ പൈത്തൺ പ്രോഗ്രാമിംഗ് ആണ് ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ ആട്രിബ്യൂട്ട് എന്ന വാക്കും പ്രോപ്പർട്ടി എന്നുള്ള വാക്കും മാറി മാറി ഉപയോഗിച്ചേക്കാം. ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് റീഡ് ഓൺലി ആണ്, എന്നാൽ പ്രോപ്പർട്ടി സെറ്റ് ചെയ്യാനും ഗെറ്റ് ചെയ്യാനും കഴിയും. പൈത്തണിന്റെ കോണ്ടെക്സ്റ്റിൽ ഈ ഒരു കാര്യത്തിന് വലിയ പ്രസക്തിയില്ല, കാരണം പൈത്തണിൽ ഏത് ആട്രിബ്യൂട്ടും ആവശ്യാനുസൃതം ഗെറ്റ് ചെയ്യാനും സെറ്റ് ചെയ്യാനും സാധിക്കും. അതിനാലാണ് ഈ രണ്ട് വാക്കും മാറി മാറി ഉപയോഗിക്കുന്നതിൽ വലിയ പ്രശ്നമില്ല എന്ന് പറയുന്നത്. എന്നാൽ മറ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളിൽ ഇതിന് പ്രാധാന്യമുണ്ടെന്ന് ഓർമ്മയിൽ വയ്ക്കുന്നത് നല്ലതാണ്. അടുത്തതായി ബിഹേവിയർ എന്താണെന്ന് നോക്കാം. ഒരു ഒബ്ജക്റ്റിന് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ബിഹേവിയർ. അതിനാൽ തന്നെ ബിഹേവിയർ എന്ന വാക്കിനേക്കാൾ ഏറ്റവും അനുയോജ്യമായ പദം ആക്ഷൻ എന്നാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ബിഹേവിയർ നമ്മൾ എഴുതുന്നത് ഫംഗ്ഷൻ ഉപയോഗിച്ചാണ്. എന്നാൽ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗിൽ ഫംഗ്ഷനെ ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നതിന് പകരം നമ്മൾ മെത്തേഡ് എന്ന് വിളിക്കും. ഇനി നമുക്ക് ഇപ്പറഞ്ഞ കാര്യങ്ങൾ ഹാൻഡ്സ് ഓൺ ആയി ചെയ്തു നോക്കാം. നമുക്ക് ആദ്യമായിട്ട് സെൽഫ് അഥവാ സെൽഫ് ഒബ്സഷൻ എന്താണെന്ന് നോക്കാം. ഞാനിവിടെ തെറ്റായിട്ടുള്ള രീതി കാട്ടിയിട്ട് ചില നിഗമനങ്ങളിൽ എങ്ങനെ എത്തിച്ചേരാമെന്ന് പറയാം. ഞാൻ ഈ സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ക്ലാസ്സിൽ ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ മെത്തേഡ് ക്രിയേറ്റ് ചെയ്യുന്നു. ആ ഒരു മെത്തേഡിൻ്റെ പേര് ക്രിയേറ്റ് സ്റ്റുഡൻറ്റ് എന്നാണ്. ഈ ക്രിയേറ്റ് സ്റ്റുഡൻറ്റ് റിട്ടേൺ ചെയ്യുന്നത് ഒരു സ്ട്രിങ് ആണ്. റിട്ടേൺ സ്റ്റുഡൻറ്റ് ക്രിയേറ്റഡ്. നമ്മൾ S1 എന്ന് പറയുന്ന സ്റ്റുഡൻറ്റിൻ്റെ ഒബ്ജക്റ്റ് നേരത്തെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഒബ്ജക്റ്റ് ഉപയോഗിച്ച് നമുക്ക് ക്രിയേറ്റ് സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന മെത്തേഡ് ആക്സസ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് S1.createStudent എന്ന് പറയുന്ന മെത്തേഡ് കോൾ ചെയ്യുക. ഈ ഒരു പ്രോഗ്രാം റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എറർ ആയിരിക്കും കിട്ടുക. ആദ്യം നമുക്ക് ആ ഒരു എറർ എന്താണെന്ന് ചെക്ക് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് പൈത്തൺ oop_1.py എന്ന് പറയുന്ന പ്രോഗ്രാം റൺ ചെയ്യുന്നു.
ഇവിടെ നമുക്കൊരു എറർ കാണാം. ടൈപ്പ് എറർ സ്റ്റുഡൻറ് ഡോട്ട് ക്രിയേറ്റ് സ്റ്റുഡൻറ് ടേക്ക് 0 പൊസിഷണൽ ആർഗ്യുമെന്റ് ബട്ട് 1 വാസ് ഗിവൺ. ഇവിടെ ക്രിയേറ്റ് അണ്ടർസ്കോർ സ്റ്റുഡൻറ് എന്ന് പറയുന്ന മെത്തേഡ് ഒരു പൊസിഷണൽ ആർഗ്യുമെന്റും സ്വീകരിക്കുന്നില്ല. എന്നാൽ ഒരു പൊസിഷണൽ ആർഗ്യുമെന്റ് നമ്മൾ പാസ് ചെയ്തിട്ടുണ്ടെന്നാണ് പൈത്തൺ പറയുന്നത്. എന്നാൽ നമ്മുടെ അറിവില്ലാതെ പാസ് ചെയ്ത ആ ഒരു പൊസിഷണൽ ആർഗ്യുമെന്റ് എന്താണെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രോഗ്രാമിൽ ചെറിയ വ്യത്യാസങ്ങൾ വരുത്താം. അപ്പോൾ ഞാനിവിടെ അൺനോൺ ആയിട്ടുള്ള ഈ ഒരു ആർഗ്യുമെന്റ് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് എക്സ് എന്ന് പറയുന്ന പാരാമീറ്റർ യൂസ് ചെയ്യുന്നു. എക്സ് പ്രിന്റ് ചെയ്ത് നോക്കാം. ഒരിക്കൽ കൂടി പ്രോഗ്രാം റൺ ചെയ്ത് നോക്കാം. നമുക്കിവിടെ എക്സ് എന്ന് പറയുന്നത് സ്റ്റുഡൻറ് ക്ലാസിൻ്റെ ഒരു ഒബ്ജക്റ്റ് ആണെന്ന് കാണാം. അങ്ങനെയെങ്കിൽ നമുക്കൊരു പരീക്ഷണം നടത്തി നോക്കാം. ക്രിയേറ്റ് സ്റ്റുഡൻറ് എന്ന് പറയുന്ന മെത്തേഡ് സ്റ്റുഡൻറ് ക്രിയേറ്റഡ് എന്ന് പറയുന്ന സ്ട്രിംഗ് റിട്ടേൺ ചെയ്യുന്നതിന് പകരം ഈ ഒരു എക്സ് റിട്ടേൺ ചെയ്യുന്നു. ക്രിയേറ്റ് അണ്ടർസ്കോർ സ്റ്റുഡൻറ് എന്ന് പറയുന്ന മെത്തേഡ് ഇപ്പോൾ റിട്ടേൺ ചെയ്യുന്നത് സ്ട്രിംഗ് അല്ലാത്തതിനാൽ str എന്ന് പറയുന്ന ടൈപ്പ് അനോട്ടേഷൻ റിമൂവ് ചെയ്യുന്നു. അടുത്തതായിട്ട് ക്രിയേറ്റ് അണ്ടർസ്കോർ സ്റ്റുഡൻറ് എന്ന് പറയുന്ന മെത്തേഡ് റിട്ടേൺ ചെയ്യുന്ന വാല്യൂ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ് അണ്ടർസ്കോർ എന്ന് പറയുന്ന വേരിയബിൾ യൂസ് ചെയ്യുന്നു. വീണ്ടും നമുക്ക് ഈ ഒരു പ്രോഗ്രാം ഇന്റർപ്രറ്റർ മോഡിൽ ഓപ്പൺ ചെയ്ത് നോക്കാം. ഇനി നമുക്ക് എക്സ് അണ്ടർസ്കോർ എന്താണെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യമായിട്ട് എക്സ് അണ്ടർസ്കോർ എന്ന് പറയുന്നത് ഇവിടെ സ്റ്റുഡൻറ്റിൻ്റെ ഒബ്ജക്റ്റ് ആണെന്ന് കാണാം. ഇവിടെ നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് S1 ആണ്. ആ ഒരു S1ഉം എക്സ് അണ്ടർസ്കോറും ഒന്ന് തന്നെയാണോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിനുവേണ്ടി S1 ഞാൻ പ്രിന്റ് ചെയ്യുന്നു. ഇനി നമുക്ക് S1 എന്ന് പറയുന്നതും എക്സ് അണ്ടർസ്കോർ എന്ന് പറയുന്നതും ഒരേ ഒബ്ജക്റ്റ് ആണ് അല്ലെങ്കിൽ ഇവ രണ്ടും ഷെയർ ചെയ്യുന്നത് ഒരേ മെമ്മറി ലൊക്കേഷൻ ആണെന്ന് ഉറപ്പുവരുത്താൻ S1 ഈസ് എക്സ് അണ്ടർസ്കോർ ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവ രണ്ടും ഒരേ ഒബ്ജക്റ്റ് ആണ് അല്ലെങ്കിൽ ഒരേ മെമ്മറി ലൊക്കേഷൻ ആണ് ഷെയർ ചെയ്യുന്നത്. അതായത് ക്ലാസ്സിലെ മെത്തേഡിലേക്ക് ഏത് ഇൻസ്റ്റൻസ് ആണ് അല്ലെങ്കിൽ ഏത് ഒബ്ജക്റ്റ് ആണ് ആ മെത്തേഡ് ഉപയോഗിക്കുന്നത് എന്ന് സ്വയം പൈത്തൺ പാസ് ചെയ്യുന്നു. പൈത്തന്റെ ഈ ഒരു ബിഹേവിയറിനാണ് സെൽഫ് ഒബ്സഷൻ എന്ന് പറയുന്നത്. അതിനാൽ തന്നെ എക്സിന് പകരം സെൽഫ് എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുക എന്നുള്ളതാണ് കൺവെൻഷൻ. നിങ്ങൾക്ക് സെൽഫിന് പകരം ഞാൻ ഉപയോഗിച്ചതുപോലെ ഏത് ഐഡന്റിഫയറും ഉപയോഗിക്കാം. എങ്കിലും മറ്റ് പ്രോഗ്രാമേഴ്സിന് നിങ്ങളുടെ കോഡ് റീഡബിൾ ആകാൻ നല്ലത് കൺവെൻഷൻ ഫോളോ ചെയ്യുകയാണ്. അടുത്തായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത് കൺസ്ട്രക്ടറിനെ കുറിച്ചാണ്. കൺസ്ട്രക്ടറിന്റെ ആവശ്യം എന്താണെന്നും തുടർന്ന് കൺസ്ട്രക്ടർ എന്താണെന്നും നമുക്ക് നോക്കാം. അതിനുവേണ്ടി നമുക്ക് എഴുതിയ പ്രോഗ്രാം ഒന്ന് മോഡിഫൈ ചെയ്യാം. ക്രിയേറ്റ് സ്റ്റുഡൻറ് എന്ന് പറയുന്ന മെത്തേഡ് സ്വീകരിക്കുന്ന പാരാമീറ്ററുകൾ നെയിം, ഏജ്, കോഴ്സ് എന്നിവയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നെയിം സ്ട്രിംഗ് ആണ്, ഏജ് ഇൻ്റ് ആണ്, കോഴ്സ് വീണ്ടും സ്ട്രിംഗ് ആണ്. ഈ ഒരു ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നത് സ്ട്രിംഗ് ആണ്, അതുകൊണ്ട് str എന്ന് കൊടുക്കുന്നു. ഈ പാരാമീറ്ററുകൾ ഉപയോഗിച്ച് ക്ലാസിൻ്റെ ആട്രിബ്യൂട്ടുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെൽഫ് ഡോട്ട് എന്ന് പറയുന്ന സിൻടാക്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സെൽഫ് ഡോട്ട് നെയിം ഈക്വൽ ടു നെയിം, സെൽഫ് ഡോട്ട് ഏജ് ഈക്വൽ ടു ഏജ്, സെൽഫ് ഡോട്ട് കോഴ്സ് ഈക്വൽ ടു കോഴ്സ്. ഈ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നത് ക്രിയേറ്റഡ് സ്റ്റുഡൻറ് കോഴ്സ് സെൽഫ് ഡോട്ട് കോഴ്സ് ഇങ്ങനെയാണ്. ഇനി നമുക്ക് ക്രിയേറ്റ് അണ്ടർസ്കോർ സ്റ്റുഡൻറ് എന്ന് പറയുന്ന മെത്തേഡിലേക്ക് ആദ്യം നെയിം അഭിജിത്ത്, ഏജ് 30, കോഴ്സ് MSc ഇങ്ങനെ പാസ് ചെയ്യാം. അതിനുശേഷം മെത്തേഡ് റിട്ടേൺ ചെയ്യുന്ന സ്ട്രിംഗ് പ്രിന്റ് ചെയ്യാം. പ്രിന്റ് എക്സ് അണ്ടർസ്കോർ. നമുക്ക് എക്സ് അണ്ടർസ്കോറിന് പകരം വേരിയബിളിന് മറ്റൊരു പേര് കൊടുക്കാം, S1 അണ്ടർസ്കോർ സ്റ്റുഡൻറ്. ഓക്കെ, നമുക്ക് ഈ ഒരു പ്രോഗ്രാം ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് ക്രിയേറ്റ് അണ്ടർസ്കോർ സ്റ്റുഡൻറ് എന്ന് പറയുന്ന മെത്തേഡ് യൂസ് ചെയ്യാതെ S1 എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ ആട്രിബ്യൂട്ടുകൾ ഇനീഷ്യലൈസ് ചെയ്യാനാകുമോ? അങ്ങനെ S1 എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ ആട്രിബ്യൂട്ടുകൾ ഇനീഷ്യലൈസ് ചെയ്യാനാകുമായിരുന്നു എങ്കിൽ നമ്മുടെ പ്രോഗ്രാം കുറച്ചുകൂടി കൺസൈസ് ആകുമായിരുന്നു. അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു ഫംഗ്ഷനാണ് ഡണ്ടർ ഇനിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ പ്രോഗ്രാമിൽ മാറ്റം വരുത്തുന്നു. ക്രിയേറ്റ് അണ്ടർസ്കോർ സ്റ്റുഡൻറ് എന്നതിന് പകരം ഡണ്ടർ ഇനിറ്റ് എന്നാക്കുന്നു. ഇനിറ്റ് എന്ന് പറയുന്ന ഈ ഒരു മെത്തേഡിന്റെ പ്രത്യേകത, ഈ ഒരു മെത്തേഡ് ഒന്നും തന്നെ റിട്ടേൺ ചെയ്യുന്നില്ല, അഥവാ നണ്ണാണ് റിട്ടേൺ ചെയ്യുന്നത്. അതിനാൽ ഞാനിവിടെ നണ്ണ് എന്ന് ടൈപ്പ് അനോട്ടേഷൻ മാറ്റുന്നു. ഇനിറ്റ് മെത്തേഡ് ഒന്നും റിട്ടേൺ ചെയ്യില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് ഞാൻ മറ്റൊരു മെത്തേഡിലേക്ക് മാറ്റുന്നു. ആ ഒരു മെത്തേഡ് ഇവിടെ ഡണ്ടർ str ആണ്. ഡണ്ടർ str എന്ന് പറയുന്ന സ്പെഷ്യൽ മെത്തേഡ് നമ്മളെ പ്രിന്റ് ചെയ്യാൻ സഹായിക്കും. ഇനി നമുക്ക് ക്രിയേറ്റ് അണ്ടർസ്കോർ സ്റ്റുഡൻറ് എന്ന് പറയുന്ന ഈ ഒരു മെത്തേഡ് കോൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഞാനതുകൊണ്ട് ആ ഒരു മെത്തേഡ് അവിടെ നിന്നും റിമൂവ് ചെയ്യുന്നു. അതിനുശേഷം സ്റ്റുഡൻറ് എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ ആവശ്യമായിട്ടുള്ള ആർഗ്യുമെന്റുകൾ പാസ് ചെയ്യുന്നു. ഇനി നമ്മൾ S1 പ്രിന്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡണ്ടർ str എന്ന് പറയുന്ന ഈ ഒരു മെത്തേഡ് ഇൻവോക്ക് ചെയ്യും. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രോഗ്രാം ഒന്ന് റൺ ചെയ്ത് നോക്കാം. നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ നമുക്ക് ഔട്ട്പുട്ട് ലഭിക്കുന്നുണ്ട്. ഈ ഒരു ലെഫ്റ്റ് സൈഡിലെ സ്പേസ് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് സ്പേസ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സ്പേസ് റിമൂവ് ആവുന്നതാണ്. ഇങ്ങനെ ഡണ്ടർ ഇനിറ്റ് എന്ന് പറയുന്ന മെത്തേഡ് യൂസ് ചെയ്ത് കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല.
ഇപ്പോൾ ഡെവലപ്പേഴ്സ് പിന്തുടർന്നു പോരുന്ന ഒരു അപ്രോച്ച് ഡാറ്റ ക്ലാസ് ഉപയോഗിക്കുകയാണ്. ഡാറ്റ ക്ലാസ് നമുക്ക് ഡൊമൈൻ ഡ്രിവൺ ഡിസൈൻ ഉപയോഗിക്കുന്ന സന്ദർഭങ്ങളിലും മറ്റും പ്രയോജനകരമാണ്. എന്താണ് ഡാറ്റ ക്ലാസ്, ഡൊമൈൻ ഡ്രിവൺ ഡിസൈൻ, ഇതൊക്കെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ ചർച്ച ചെയ്യാം. അടുത്ത വീഡിയോയിൽ നമുക്ക് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിങ്ങിനെ കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യാം. അപ്പോൾ ശരി, വീണ്ടും കാണാം.